ഹരിക്കുട്ടനോട് ഞാൻ കഴിച്ചു നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അവൻ കഴിച്ചു നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? ആത്മാർത്ഥമായിട്ട് അഭിപ്രായം പറ, ശരിക്കും പറ. സ്വാദുണ്ടോ ഇല്ലേ? എന്തൊക്കെ ന്യൂജൻ ആൾക്കാരാണേ. കഞ്ഞി കുടിക്കൽ കുറവാണ്. കുടിച്ചിട്ടില്ല. അടിപൊളി. ടേസ്റ്റ് ഉണ്ട് അല്ലേ? വല്ലാതെ മരുന്നിൻ്റെ ചൊയൊന്നും വരുന്നില്ലല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. നമസ്കാരം. നല്ലൊരു തട്ടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി എന്തെങ്കിലും റെസിപ്പി ഇട്ടിട്ടോ അല്ലെങ്കിൽ കുഞ്ഞു എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാറുണ്ടെന്നല്ലാണ്ട് കുറച്ച് കാലമായിട്ട് അച്ഛൻ വയ്യാതിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 27-ാം തീയതി അച്ഛൻ മരിച്ചു. അപ്പോൾ ഇന്ന് ഒരു പുതിയ റെസിപ്പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന സാധനമാണ്, കുറേ പേര് ഉണ്ടാക്കുന്ന സാധനമാണ്. എന്നാലും ഞാനും ചെയ്യാറുണ്ട്. സാധാരണ ഇപ്പം നമ്മുടെ കർക്കിടക മാസം വന്നു, മഴ പെയ്തു അല്ലേ? മഴ പെയ്തു എന്ന് പറയാൻ പറ്റുന്നു. ഞങ്ങൾക്കൊന്നും മഴ പൊതുവേ കുറവാണ് കേട്ടോ. അപ്പോൾ മഴക്കാലം ആയാലാണ് നമുക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും. പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു സാധനമാണ് കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ കൃഷിമാരൊക്കെ ചെയ്ത് കണ്ടിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, കുറേ വേരുകളൊക്കെ എന്തൊക്കെയോ കുത്തിപ്പറിച്ച് അതിൽ പലതും കുത്തിക്കലക്കി ഉണക്കല്ലേരിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കഞ്ഞി ഉണ്ടാക്കും. അങ്ങനെയാണ് പതിവ്. അതൊരു 10 ദിവസം 12 ദിവസമൊക്കെ ചിലർ കുടിക്കും, ചിലർ കുട്ടികളൊന്നും കുടിക്കാൻ കൂട്ടാക്കില്ല. അങ്ങനെയൊക്കെ പതിവുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, എല്ലാ സാധനങ്ങളും ഇങ്ങനെ വിരലിൻ്റെ തുമ്പത്ത് കിട്ടിയാൽ അത്ര എളുപ്പമാണല്ലോ, ഇത്രയും ഈസി ആയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ പല കർക്കിടക കഞ്ഞി കൂട്ടുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ ഇത് വാങ്ങി നോക്കാറുണ്ട്. ചിലതിന് ഒരു കയ്പ്പ് കൂടുതൽ അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഇത് മരുന്നാണ്. അപ്പോൾ അത്ര ഒരു ഭയങ്കര ടേസ്റ്റുള്ള സാധനമൊന്നും പറയാനില്ല. അപ്പോൾ ഇപ്രാവശ്യം വൈദ്യരത്നത്തിൻ്റെ കർക്കിടക കഞ്ഞി കൂട്ടാണ്, ഔഷധക്കഞ്ഞി കിറ്റ്, അത് വാങ്ങി. ഇത് വെച്ച് നോക്കിയപ്പോൾ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ? ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എനിക്ക് അതിൻ്റെ അടിയിൽ വന്ന് ചീത്ത പറയും. എന്തായാലും എനിക്ക് തോന്നുന്നു മറ്റുള്ള കുറേ ഇതിൽ നിന്നൊരു വ്യത്യസ്തത ഇതിനുണ്ട്, ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒന്നാമത്തെ കാര്യം എന്താ പറയുക, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു. അപ്പോൾ നല്ല എളുപ്പമാണ്. ഞാനൊക്കെ ഇവിടെ ഇപ്പോൾ തുണിയിൽ നിന്ന് പറിക്കുന്നതിനൊക്കെ ആ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൈപ്പത്തൊക്കെ പീടികണ്ട് ഈ കർക്കിടക കഞ്ഞിയുടെ കൂട്ടൊക്കെ കിട്ടുന്ന ആ സമയത്ത്. അതായത് ഓരോ കാലത്തിലും ഓരോ നമുക്ക് എന്തൊക്കെ അതിന് മരുന്നുകൾ വേണ്ട വെച്ചാൽ അതൊക്കെ റെഡിയാക്കി തരുന്ന വൈദ്യശാലകൾ ഉണ്ട്. പണ്ടത്തെ വൈദ്യശാലകളാണ് കേട്ടോ. ഇവിടെ എൻ്റെ ഏടത്തിയമ്മ സാവിയെടുത്തി എപ്പോഴും വെക്കുമായിരുന്നു കർക്കിടക കഞ്ഞി. എന്നിട്ട് എന്നെ കൊണ്ട് കഴിപ്പിക്കും. അവിടെ നിന്ന് മരുന്ന് വാങ്ങിയിട്ട് ഇടിച്ചുണ്ടാക്കി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത്. ഒരു നീലിയമ്മ വന്നിട്ട് ഇടിച്ചു തരും. എന്നിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞു, ആ ടൈമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മളെല്ലാം പാക്കറ്റ് വാങ്ങുകയാണ്. അപ്പോൾ ഇതിപ്പോൾ അവർ പറഞ്ഞ പ്രകാരം ഞാൻ ഈ സാധനങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് ഇത് ഉലുവയാണ്. എല്ലാം അതിലും ഉണ്ട് കേട്ടോ. എനിക്ക് വേണ്ട ചെറുപയർ, ഉലുവ, പിന്നെ ഞവരരിയാണ് ഇതൊക്കെ ഒന്ന് വെള്ളത്തിൽ കുതിർത്തുന്നതാണ് നല്ലത്. ഞവരരിക്ക് നല്ല വേവുണ്ട്. അപ്പോൾ തലേദിവസം തന്നെ ഞവരരിയും വെള്ളത്തിലിട്ട് വയ്ക്കാം, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനൊരു ഇത് ദശമൂലം എന്നാണ് അതിൻ്റെ പേര് എഴുതുന്നത്. അപ്പോൾ ദശമൂലം പറഞ്ഞാൽ 10 സാധനങ്ങളുടെ പേരാവും. അതാണ് ഈ ഒരു പാക്കറ്റ്. ഇത് നമുക്ക് ഈ തുണിയിലിട്ടിട്ട് കെട്ടണം കേട്ടോ. അതല്ലാണ്ട് ഇങ്ങനൊരു പാക്കറ്റുണ്ട്. ഇതൊരു ചൂർണമാണ്, കർക്കിടക കഞ്ഞി ചൂർണം എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ പണി ഇത് തിളപ്പിക്കലാണ്. കെട്ടുമ്പോൾ നല്ല തുണിയിൽ കെട്ടണം കേട്ടോ. ഉജാലയും നീലം മുക്കിയ തുണിയിലും പോളിസ്റ്റർ തുണിയിലും ഒന്നും നിങ്ങൾ കെട്ടരുത്. പോളിസ്റ്റർ തുണിയും വേണ്ട, ഉജാല മുക്കിയ വെള്ള തുണിയും വേണ്ട കേട്ടോ. നല്ല വെള്ളത്തിൽ തിളപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
നല്ലോണം ആ കിഴി ഇട്ടിട്ട് തിളയ്ക്കണം. 1 ലിറ്റർ വെള്ളമാണ് പറഞ്ഞത്. നല്ലോണം തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. എന്താ ആ കിഴി ഇങ്ങനെ വെള്ളത്തിൻ്റെ തന്നെ കളറ് മാറിയിട്ടുണ്ട്. നല്ലോണം തിളച്ച് നല്ലോണം തിളച്ചാൽ എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതിയത് കേട്ടോ. നമ്മളെന്താ ചെയ്യുക വെച്ചാൽ ഇത് ഞവരരി ഒക്കെ കഴുകി റെഡിയാക്കി വെച്ചതാണ്. അത് ഇരിക്കുക. ഇത് ഉലുവ, ഇത് ചെറുപയർ. ഇനി ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് ഈ പൊടി കൂട്ടണം കേട്ടോ, ആ ചൂർണം കൂട്ടണം. ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഡയറക്ഷൻ ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്, 2 ഭാഷയിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വെക്കേണ്ടതെന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ വേണ്ട. അതിനേക്കാൾ എന്താ വെച്ചാൽ ഇത് വലുതാക്കി എഴുതിയിട്ടുണ്ട്. സാധാരണ ഈ ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുക എങ്ങനെ യൂസ് ചെയ്യണമെന്നും കണ്ണ് കാണില്ല, കണ്ണട വെച്ച് നോക്കിയാലും കൂടി കാണില്ല. ഇത് നല്ല വ്യക്തമായിട്ട് നല്ലോണം കാണാനുണ്ട്. വയസ്സായതൊക്കെ കാണാൻ പറ്റും, വായിക്കാൻ പറ്റും. ഞവരരിക്ക് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. പകുതി വേവാകുമ്പോഴാണ് നമ്മൾ ഈ പൊടി ഇടുക. അപ്പോൾ എനിക്ക് തോന്നുന്നു കുക്കറിൽ വേവിക്കണവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അരി അതിൽ ഞവരരി ഉള്ളത് ഒരു കഷ്ടി നാഴിയിലധികം ഞവരരി ഉണ്ട്. അപ്പോൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നാഴി ഒരു ഗ്ലാസ് കണക്ക് പറയാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് നല്ലോണം വെള്ളം വെക്കണം. പക്ഷേ ഈ സാധനങ്ങളും കൂടി നമുക്ക് വേവാണ്ട്, ഉലുവയും ചെറുപയറും ഒക്കെ വെന്ത് നല്ലോണം എന്താ പറയുക അരിയുടെ പോലെ തന്നെ വലുതാവുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇതെല്ലാം വെക്കുമ്പോൾ ഇരട്ടി വെള്ളം ഒഴിച്ചാൽ പോരാ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. 1 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ആ കിഴി വേവിച്ചിരിക്കുന്നത്. പിന്നെയും കുറച്ചും കൂടി നല്ലോണം പാകത്തിന് വെള്ളം വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കണം. എന്നിട്ട് ഒരു പകുതി വേവാകുമ്പോൾ ഒരു 2 അടി അടിച്ചാൽ 2-3 അടി അടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നിട്ട് ഈ സാധനങ്ങൾ കൂട്ടിയാൽ മതി. അടുപ്പത്താണെങ്കിൽ പിന്നെ അത് ചിന്തിക്കല്ലേ, പകുതി വേവായി കഴിഞ്ഞാൽ നമുക്കിത് കൂട്ടാൻ പറ്റും. നല്ലോണം തിളച്ചു, ഒരു പകുതി വേവായി. നമ്മളിതിലേക്ക് ഈ പൊടി കൂട്ടുകയാണ് കേട്ടോ. നല്ല വാസന വരുന്നുണ്ട്. അഷ്ടചൂർണത്തിൻ്റെ ഒക്കെ ഒരു വാസന വരുന്നുണ്ട് കേട്ടോ. പൊടി കൂട്ടിയിട്ട് ഇനി ഇതൊന്ന് നല്ലോണം കളയ്ക്കണം. പിന്നെ ഉപ്പ് ഇപ്പം എനിക്ക് തോന്നുന്നു BP ഉള്ളവരൊക്കെ ആണെങ്കിൽ വളരെ കുറച്ചിട്ടാൽ മതി. പിന്നെ ഇതിൽ പറയുന്നത് ഇന്ദുപ്പ് കൂട്ടാനാണ് പറയണത്. ഇന്ദുപ്പ് ഞാൻ വാങ്ങിയിട്ടില്ല, അപ്പം ഞാൻ കല്ലുപ്പാണ് കൂട്ടുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാവാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ട് ഒന്ന് ചതച്ച് നെയ്യിലോ കുറച്ച് നെയ്യ് ഒഴിച്ച്, വല്ലാണ്ട് നെയ്യൊന്നും ഒഴിക്കരുത് കേട്ടോ, ഒന്നങ്ങോട്ട് മൂപ്പിച്ചിടുക. ചെറിയ കുട്ടികളൊക്കെ ഒന്നും കൂടെ കഴിക്കാൻ എളുപ്പമാവും തോന്നുന്നു. ഇത് എനിക്ക് തോന്നുന്നു ഒരു നല്ല കഴിക്കണം, നല്ല ലാവിഷായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ ഒരു 3 ആൾക്ക് കഴിക്കാനേ ഉള്ളൂ ഈ ഒരു പാക്കറ്റിൽ. അപ്പോൾ ഇത് ആക്ച്വലി മരുന്ന് കഞ്ഞിയല്ലേ, അപ്പോൾ അത്രയൊന്നും വേണ്ട. എൻ്റെ കണക്കിൽ ഇത് ഇവിടെ ഒരു 5 ആൾക്ക് കഴിക്കാം. മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ വയറ് നിറച്ച് കഴിക്കില്ലല്ലോ. അപ്പോൾ അതിന് കണക്കിൽ കുറച്ച് എനിക്കൊക്കെ അതിൽ ഒരു ഇത്തിരി ഞാനൊക്കെ കഴിക്കുള്ളൂ. അപ്പോൾ വളരെ കുറച്ചേ വേണ്ടൂ. അപ്പോൾ ഒരു 4-5 ആൾക്കുള്ള സാധനം ഉണ്ട് അതിൽ. അപ്പോൾ നമ്മുടെ കഞ്ഞി നല്ലോണം തിളച്ച് ലേശം ഉപ്പിടാൻ. കല്ലുപ്പാണ് ഇടുന്നത്. ഇന്ദുപ്പിട്ടാൽ ഒന്നും കൂടെ കേമായി.
നമ്മുടെ കഞ്ഞി റെഡിയായി. ഞാൻ എന്തായാലും കേമായിട്ട് ഉണ്ടാക്കല്ലേ, ഒരു വീഡിയോ ഒക്കെ എടുക്കല്ലേ. സാധാരണ ഇങ്ങനെയൊന്നും കഴിക്കാറില്ല കേട്ടോ, ഫ്ലൈലൊന്നും കുത്താറില്ല. ഫ്ലൈൽ കുത്താറിയാത്തവരുണ്ടാവും അല്ലേ? കുത്താറിയോ ഫ്ലൈല? ഇതാ ഇങ്ങനെ എടുക്കുക, വലുത് കൈ കൊണ്ട് ഈ ചുണ്ടുവല്ലോണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഒടിച്ചു കൊടുക്കുക, ഇങ്ങനെ വയ്ക്കുക. അപ്പോൾ നല്ലൊരു സ്പൂണ് മാതിരിയാവും. സാധാരണ ഫ്ലൈൽ കൂട്ടിയിട്ടൊന്നും ഞാൻ ഇപ്പോൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ കൈ കൊണ്ട് തന്നെ കുടിക്കുക കേട്ടോ, അല്ലാണ്ട് സ്പൂണും കൂടി ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ ഒരു കേമത്തം കാണിച്ചത് അത്രയേ ഉള്ളൂ. ഇത് തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാൻ അവർ നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ. ഇല്ലെങ്കിൽ ഞാൻ സാധാരണ കഞ്ഞി വെക്കുമ്പോഴും ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് ചെറിയ ഉള്ളി വറുത്തിട്ടവിടെ ഡാൻസിൻ്റെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കഞ്ഞി. ഇപ്രാവശ്യം എന്തായാലും കർക്കിടകത്തിൽ ഒരു ദിവസം ഈ കഞ്ഞിക്കൂട്ടൊന്ന് വെച്ച് കൊടുക്കണം. കുട്ടികൾക്ക് കൊടുത്താൽ അവരെന്താ പറയുക എന്നുള്ളത് നോക്കാമല്ലോ. ഇതിലേക്ക് ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിക്കാണ്. എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, മോനൊക്കെ വൈകുന്നേരം ആവും വരാൻ. അപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പോൾ ഒഴിച്ചു വെച്ച പണിയല്ലേ. ഞാൻ കഴിച്ചു നോക്കട്ടെ കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളി കേട്ടോ. ഹരിക്കുട്ട കഴിച്ചു നോക്കിക്കോ, തമാശയല്ല. ഹരിക്കുട്ട എൻ്റെ ഒരു പുത്രനാണ് വീഡിയോ എടുക്കണേ. വേണ്ടെന്ന് പറഞ്ഞു, അപ്പം കഴിച്ചു നോക്കാൻ പറയണേ. അങ്ങനെയൊന്നും കഴിക്കാൻ വയ്യ, കൈകൊണ്ട് നല്ല സ്വാദം കേട്ടോ. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചാൽ പറയാനില്ല. പിന്നെ വേറൊരു കാര്യം, ഇനി പലർക്കും സംശയം വരിക. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പാക്കിങ്ങിൻ്റെ കാര്യം. അത് ആദ്യം പറയട്ടെ. നല്ല പെർഫെക്റ്റ് പാക്കിങ്ങാണ്. അതായത് ഒന്നൊന്നിങ്ങനെ വേറെ കൂടിക്കലരി അങ്ങനെയൊന്നും ചെയ്യാൻ നല്ല വൃത്തിയിലുള്ള പാക്കിങ്ങാണ്. അപ്പോൾ ദൂരെ നിന്നുള്ളവർക്കും ഒക്കെ കിട്ടാനൊക്കെ നല്ല എളുപ്പമാണ്. പിന്നെ വേറെ കാര്യം എന്താ അറിയോ, ഒരു അടുത്തൊരു സംശയം വരിക. BP ഉള്ളവർക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഉപ്പ് കുറയ്ക്കാം. പിന്നെ ഷുഗർ, കാർബോഹൈഡ്രേറ്റ് എന്നുള്ള സാധനമാണ് ഷുഗറിൻ്റെ ഏറ്റവും വലിയ വില്ലെന്നാണ് ഇപ്പോൾ കേൾക്കണത് കേട്ടോ. എനിക്കറിയില്ല. പഞ്ചസാരയേക്കാൾ പ്രശ്നക്കാരനാണ് ഇത്ര കാർബോഹൈഡ്രേറ്റ്. പക്ഷേ താരതമ്യേന വെള്ള അരിയേക്കാൾ പഞ്ചസാര ലെവൽ ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ചോറിൽ കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ലെവലിൽ കൂടും. അപ്പോൾ അത് വെള്ള അരിയേക്കാൾ താരതമ്യേന പതുക്കെയാണ്, അല്ലെങ്കിൽ വളരെ കുറച്ചേണ് കൂടുള്ളൂ എന്നാണ് പറയുന്നത്. ഏത് കഴിഞ്ഞാൽ അവരായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ ഇപ്പം എന്താ പറയുക അറിയില്ല. എന്തായാലും ഷുഗർ ഉള്ളവർക്ക് വലിയ റിസ്ക് ഇല്ലാണ്ട് കഴിക്കാമെന്ന്. പക്ഷേ ഷുഗറുള്ളവർ കഴിക്കുകയാണെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും വല്ലാണ്ട് വയറ് വീർത്ത് മുട്ട് കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു വെച്ചാലും ഇത് നല്ല കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ മരുന്ന് കഴിഞ്ഞ്, ഞാൻ സാധാരണ ഇവിടെ ഉണ്ടാക്കണം മരുന്ന് കഴിഞ്ഞ് ഇത്ര കഴിക്കാറില്ല. ഇത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ശരി, നിങ്ങളെല്ലാവരും കർക്കിടകത്തിലെ എല്ലാ ചിട്ടകളൊക്കെ നോക്കി കുറേ കാര്യങ്ങൾ ഈ പഴയ ആൾക്കാർ പറയുന്നതൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സമയമാണ് കർക്കിടകത്തിൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തണുപ്പ് കൂടും. തണുപ്പ് കൂടുമ്പോൾ വാദം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ കൂടും. അതിനൊക്കെ ഉള്ള എന്തൊക്കെയോ പ്രതിരോധങ്ങൾ ഇതിലുണ്ട്. പിന്നെ അതേമാതിരി ദഹനം നടക്കാൻ എളുപ്പമാണ്. അതായത് മഴക്കാലത്ത് നമ്മൾ പൊതുവേ കൂടിയിരിക്കുന്ന ഒരു സമ്പ്രദായം, പൊതുവെ പണിക്കാർക്ക് പണി കുറവാകും. അപ്പോൾ നമ്മൾ അധികവും വീട്ടിലിരിക്കുന്ന ഒരു ടൈമാണ് മഴക്കാലം. കുറേ പേര് കേട്ടോ ഈ കമ്പ്യൂട്ടർ ജോലി അതെന്നുള്ളവരുടെ കാര്യമല്ല പറയണത്. അപ്പോൾ പൊതുവേ ദഹനം കുറയുന്ന ടൈം എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം അങ്ങനെ ദഹനത്തിനും വാതത്തിനും ഒക്കെ ഉള്ള കുറച്ച് എന്താ പറയുക സംരക്ഷണം ഈ മരുന്ന് കഞ്ഞിയിലുണ്ട്. അപ്പോൾ എല്ലാവരും വാങ്ങി നോക്കിക്കോളൂ, ധൈര്യമായിട്ട് വെച്ചോളൂ, കഴിച്ചോളൂ. എല്ലാവർക്കും ഹാപ്പി മഴക്കാലം. ശരി.